നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. IMA ബ്ലഡ് സെന്ററിന്റെ നവീകരിച്ച ബ്ലോക്കിന്റെയും നാറ്റ് പരിശോധന സംവിധാനത്തിന്റെയും ഉദ്ഘാടനം നടത്തി. നിയമസഭ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA നാറ്റ് പരിശോധന സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ വെള്ളം ആവശ്യപ്പെട്ട് TVK. അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഇടുക്കിയിലേക്ക് ഒഴുകുന്ന വെള്ളം തമിഴ്നാടിന് നൽകണമെന്നാണ് ആവശ്യം. സംസ്ഥാനത്ത് നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിൽ ടാക്സ് പ്രാക്ടീഷണേഴ്സിന്റെ പങ്ക് വളരെ വലുതെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. തൊടുപുഴയിൽ നടന്ന ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ താലൂക്ക് റൂറൽ മെർച്ചന്റ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്കായി സ്വർണ്ണപ്പണയ വായ്പ പദ്ധതി ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം മെസ്കോസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വെച്ച് നിയമസഭ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA നിർവഹിച്ചു. മാർസ്ലീവ മെഡിസിറ്റിയിൽ അത്യാധുനിക ന്യൂറോ നാവിഗേഷൻ സംവിധാനം ആരംഭിച്ചു. പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ന്യൂറോ നാവിഗേഷൻ സംവിധാനത്തിന്റെ ആശീർവാദം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. IMA ബ്ലഡ് സെന്ററിന്റെ നവീകരിച്ച ബ്ലോക്കിന്റെയും നാറ്റ് പരിശോധനാ സംവിധാനത്തിന്റെയും ഉദ്ഘാടനം നടത്തി. നിയമസഭ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA നാറ്റ് പരിശോധനാ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നവീകരിച്ച ബ്ലോക്ക് IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനോനും ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അബു ജോൺ ജോസഫ് MLA ആദരിച്ചു. IMA ബ്ലഡ് സെന്ററിന്റെ നവീകരിച്ച ബ്ലോക്കിന്റെയും നാറ്റ് പരിശോധനാ സംവിധാനത്തിന്റെയും ഉദ്ഘാടനം നടത്തി. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA നാറ്റ് പരിശോധനാ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഒരു അസുഖം വരുമ്പോൾ, ഒരു എമർജൻസി ആയിട്ട് രക്തം ആവശ്യം വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ബ്ലഡ് ബാങ്കുകളുടെ മാഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ നേരിട്ട് തിരിച്ചറിയുന്നത്. നമുക്കറിയാം, ഇന്ന് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് മാത്രമാണ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ ബ്ലഡിനെ 4 കോമ്പണന്റ്, നമ്മുടെ RBC, പ്ലേറ്റ്ലെറ്റ്സും അതുപോലെ പ്ലാസ്മ ആൻഡ് ക്രയോ പ്രസിപ്പിറ്റേറ്റ്, ഇങ്ങനെ 4 കോമ്പണന്റ് ആക്കി വേർതിരിച്ച് ഒരാൾ കൊടുക്കുന്ന ബ്ലഡിന് അതുപോലെ മൾട്ടി യൂസിലേക്ക് കൊണ്ടുവരുന്നൊരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഒരു ലൈഫ് സേവിങ് പ്രക്രിയയാണ്. ഡോക്ടർമാർ ചികിത്സിച്ച് രോഗം ഭേദമാക്കുമ്പോൾ ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിയും ഇൻഡയറക്ട്ലി ജീവിതങ്ങൾ രക്ഷപ്പെടുത്തുന്നു എന്നുള്ളത് അതൊരു വലിയ ചിന്തയാണ്. ആളുകളെ ഈ ബ്ലഡ് ഡൊണേഷനിലേക്ക് കൊണ്ടെത്തിക്കുവാനും പ്രചോദനം ചെയ്യുവാനും അങ്ങനെയുള്ള ആശയങ്ങൾക്ക് സാധിക്കും. ഒരു ജീവൻ രക്ഷിക്കാൻ നമ്മുടെ ബ്ലഡ് കൊടുത്താൽ സാധിക്കുമെന്ന് പറയുന്ന ഒരു സഹജീവിയുടെ ജീവിതമാണ് നമ്മൾ രക്ഷിക്കുന്നത് എന്ന ബോധം ആളുകൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം ആളുകൾ ബ്ലഡ് ഡൊണേഷനിലേക്ക് കടന്നു വരും എന്നാണ്. ചടങ്ങിൽ MLAയെ ആദരിക്കുകയും ചെയ്തു. നവീകരിച്ച ബ്ലോക്ക് IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനോനും ഉദ്ഘാടനം ചെയ്തു. The need for a NAT test, because we are missing many diseases when we do the routine test in blood bank. There are cases where patients got HIV infection, hepatitis B through blood transfusion. It's actually none of the fault of the transfusion center or doctor, but because we couldn't detect it because it was in the window period. Now the NAT test facility is able to detect these infections at an early stage in the window period. That is a plus point of NAT test. It's a very costly affair, and with the help of the authorities and well-wishers, I think things will happen in the right track. നവീകരിച്ച ലിഫ്റ്റിന്റെ ഉദ്ഘാടനം തൊടുപുഴ നഗരസഭാ കൗൺസിലർ ആതിര ജോഷിയും സിസ്റ്റർ ഡോക്ടർ ഏഞ്ചൽ മേരി മെമ്മോറിയൽ ബ്ലോക്ക് കോതമംഗലം SS പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലിസി തെക്കക്കുറ്റും ഉദ്ഘാടനം ചെയ്തു. IMA തൊടുപുഴയുടെ പ്രസിഡന്റ് ഡോക്ടർ സോണി തോമസ് സ്വാഗതവും IMA ബ്ലഡ് ബാങ്ക് സൊസൈറ്റിയുടെ സെക്രട്ടറി ഡോക്ടർ വിവേക് S ആശംസയേർന്നിരുന്നു. ചടങ്ങിൽ IMA ബ്ലഡ് ബാങ്ക് സൊസൈറ്റി പ്രസിഡന്റ്
ഡോക്ടർ ജേക്കബ് സി വി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എബ്രഹാം സി പീറ്റർ, റെവറൻ സിസ്റ്റർ ലിസി തെക്കേക്കൂറ്റ് SH, ഡോക്ടർ TS സക്കറിയാസ്, ഡോക്ടർ RP രഞ്ജിത്ത്, PA സലീംകുട്ടി, ഡോക്ടർ ചാൾസ് K തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ വെള്ളം ആവശ്യപ്പെട്ട് TVK. അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഇടുക്കിയിലേക്ക് ഒഴുക്കുന്ന വെള്ളം തമിഴ്നാടിന് നൽകണം. നിലവിലെ സാഹചര്യത്തിൽ ഡാം നിറയുമ്പോൾ അധികമായി വരുന്ന വെള്ളം ഇടുക്കിയിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തമിഴ്നാടിന് ഒഴുക്കണമെന്നാണ് ആവശ്യം. തമിഴ്നാട് കമ്പം MLA ജഗന്നാഥ് മിശ്രയാണ് ആവശ്യം ഉന്നയിച്ചത്. മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ വെള്ളം ആവശ്യപ്പെട്ട് TVK. അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഇടുക്കിയിലേക്ക് ഒഴുക്കുന്ന വെള്ളം തമിഴ്നാടിന് നൽകണം. തമിഴ്നാട് കമ്പം MLA ജഗന്നാഥ് മിശ്രയാണ് ആവശ്യം ഉന്നയിച്ചത്. നിലവിലെ സംഭരണശേഷി വർദ്ധിപ്പിക്കേണ്ടതില്ല. നിലവിലെ സാഹചര്യത്തിൽ ഡാം നിറയുമ്പോൾ അധികമായി വരുന്ന വെള്ളം ഇടുക്കിയിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തമിഴ്നാട്ടിലേക്ക് ഒഴുക്കണമെന്നാണ് ആവശ്യം. മുല്ലപ്പെരിയാർ വിഷയം രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കരുതെന്നും MLA വ്യക്തമാക്കി. முல்லை பெரியார் அணையினுடைய எக்ஸஸ் வாட்டர், இப்போ எக்ஸஸ் வாட்டர் வந்து ஒரு ஆண்டுக்கு வந்து 5 தடவை வந்து எக்ஸஸ் வாட்டர் இடுக்கி டேமுக்கு போய் இடுக்கி டேம் வழியா அரபிக்கடலுக்கு போகுது அந்த தண்ணி. அந்த வாட்டரை எங்களுக்கு எக்ஸஸ் வாட்டர் எவ்வளவு எக்ஸஸ் வாட்டர் முல்லை பெரியார்ல இருக்கோ அது பூரா தமிழ்நாட்டுக்கு கொடுங்க. அது இல்லை கெப்பாசிட்டி, உங்களுக்கு கெப்பாசிட்டி, அதாவது முல்லை பெரியார் டேமோட கெப்பாசிட்டி போக அதுதான் எக்ஸஸ் வாட்டர். முல்லை பெரியார் அணையுடைய கெப்பாசிட்டி போக நான் வந்து லண்டன் போனேன். பெண்ணிக்கு செலவிறக்கம் கொண்டு லண்டன் போச்சு. ஸ்காட்லாந்தில் இருக்கக்கூடிய ஒரு 300க்கும் மேற்பட்ட அணைகளை ஆய்வு பண்ணோம். அதாவது கேரள மக்களுக்கும் தமிழக மக்களுக்கும் பிரச்சனையை உண்டாக்குற மாதிரி நம்ம எந்த ஒரு செயல்பாடும் நம்ம செய்யக்கூடாது. அது ஈவன் மீடியாவாக இருந்தாலும் சரி, எந்த பொலிட்டிக்கல் அரசியலாக இருந்தாலும் அரசியலுக்காக முல்லை பெரியாரை அணையை வைத்து அரசியல் செய்யக்கூடாது. அதுக்கு வந்து நாங்கள் ஒருபோதும் நாங்கள் அதுக்கெல்லாம் இருக்க மாட்டோம். கேரள மக்கள் இருக்க மாட்டோம். நாங்கள் சகோதரமா இருக்கோம், சகோதரமா வந்து இருக்கும். அது இருக்கும். நிச்சயமாக அதெல்லாம் வந்து வரும். இனிமேல் எந்த பிரச்சனையும் இல்லாம வரும். முன்னாடி இந்த சட்டமன்ற உறுப்பினர் எப்படியோ நான் அப்படி இல்லை. அந்த கவர்மெண்ட் அப்படி இல்லை. முதல்வர் ஜோசப் விஜயும் நம்முடைய காங்கிரஸ் கவர்மெண்ட், கேரளா காங்கிரஸ் கவர்மெண்ட்டும் இணக்கமா இருக்கு. நிச்சயமாக நல்ல விஷயங்கள், முன்னேற்றமான விஷயம், கேரளா மக்களுக்கும் தமிழக மக்களுக்கும் മുന്നേറ്റமான விஷயങ്ങൾ നിശ്ചയமாக നടക്കും. ഇടുക്കി നെടുങ്കണ്ടം ആനകല്ലിൽ സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. സംസ്ഥാനത്ത് നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിൽ ടാക്സ് പ്രാക്ടീഷണേഴ്സിന്റെ പങ്ക് വളരെ വലുതെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. തൊടുപുഴയിൽ നടന്ന ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ നടന്ന ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരളയുടെ 12ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ നികുതി വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് സിംഗിൾ വിൻഡോ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് നാട്ടിൽ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ പ്രഥമ പരിഗണനയുള്ള കാര്യമാണ്. അത് ടൂറിസം മേഖലയ്ക്കും ട്രാൻസ്പോർട്ട് മേഖലയ്ക്കും പോർട്ടുകൾ, നമ്മുടെ നാട്ടിലെ വാട്ടർ ബോഡീസ് ഉപയോഗിച്ച് നമുക്കറിയാം, കിഴക്കുന്ന് പടിഞ്ഞാട്ടോട്ട് ഒഴുകുന്ന പുഴകൾ നമുക്ക് ഏതാണ്ട് 140 പരം പുഴകളുണ്ട് നമ്മുടെ മേജർ പുഴകളിൽ 40-50 പക്ഷെ അതെല്ലാം ശൃംഖലകൾ ബന്ധിപ്പിച്ച് ഇൻലൻഡ് നാവിഗേഷനും നമ്മുടെ ചരക്ക് ഗതാഗതമൊക്കെ ജലമാർഗം ചെയ്യാനുള്ള ഒരു വലിയ പദ്ധതി. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പോർട്ടിൻ്റെ കൂടെ പേരിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതെല്ലാം മുന്നോട്ടുള്ള ഒരു വലിയ സാധ്യതകളെയാണ് വരം ചൂണ്ടുന്നത്. ടാക്സ് പ്രാക്ടീഷണറുകൾ ഇനിയും നമുക്ക് ആവശ്യം വരും. ഇനിയും ക്വാളിഫൈഡ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് നമുക്ക് ആവശ്യമില്ല. കാരണം ബിസിനസ്സുകൾ വർദ്ധിക്കുമ്പോൾ, തൊഴിലുകൾ വർദ്ധിക്കുമ്പോൾ ടാക്സ് പ്രാക്ടീഷണേഴ്സിൻ്റെ ആവശ്യകതയും അധികമായി വർദ്ധിച്ചു വരും. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഈ മേഖലയിൽ തൊഴിൽ എടുക്കുന്ന ആളുകളുടെ വിഷമതകളെക്കുറിച്ച്. തീർച്ചയായിട്ടും ഒരു
നിവേദനമായി എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ ഒരു നിവേദനമായി എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇത് മുഖ്യമന്ത്രിക്ക് ഫോർവേഡ് ചെയ്യുന്ന കാര്യം ഞാനൊരു ഉറപ്പു തരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് AN പുരം ശിവകുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ MR മണികണ്ഠൻ, AN ശശിധരൻ, K സോമരാജൻ എന്നിവർ ആശംസകൾ നേർന്നു. വ്യാപാര സമൂഹം, വ്യാപാരികളെയും സർക്കാരിനും ഇടയ്ക്ക് നിൽക്കുന്ന പാലമാണ് നമ്മൾ ടാക്സ് കൺസൾട്ടന്റുമാർ എന്ന് പറയുന്നത്. പക്ഷെ ആ പാലത്തിന് ബലമില്ലാത്തൊരവസ്ഥയാണ് സർക്കാർ തലത്തിൽ. ഞങ്ങൾ ബലമുണ്ട്, പക്ഷെ സർക്കാർ തലത്തിൽ യാതൊരു ബലവും നമുക്ക് കിട്ടുന്നില്ല. ആ ബലം നമുക്ക് കിട്ടണമെങ്കിൽ അധികാര സ്ഥാനത്ത് നിന്നും അതിനുള്ള ഒരു നടപടികളുണ്ടാകണം. പലവട്ടം നമ്മൾ എല്ലാ സർക്കാരുകളെയും നമ്മൾ ബന്ധപ്പെട്ട് നോക്കി, പക്ഷേ ആ രീതിയിലേക്ക് ഒരു ബന്ധം കിട്ടിയില്ല. പക്ഷേ ഇപ്പൊ ചീഫ് വിപ്പ് എന്ന രീതിയിൽ പ്രിയ അബു ജോൺ ജോസഫിനോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളെല്ലാം സ്വയം തൊഴിൽ നേടി പല രീതിയിലുള്ള വിദ്യാഭ്യാസ രീതിയിലുള്ള, പല രീതിയിലുള്ള സർട്ടിഫിക്കറ്റുള്ള, പല രീതിയിലുള്ള ഒരു 5-6 പേർക്കെങ്കിലും മിനിമം ജോലി കൊടുക്കുന്ന ഒരു സ്വയം തൊഴിൽ സ്ഥാപനമാണ് ഞങ്ങളുടെ. ഒപ്പം ഖജനാവിലേക്കുള്ള നികുതി നമുക്ക് എങ്ങനെ വ്യാപാരികളിൽ നിന്നും മേടിക്കാൻ പറ്റുമോ അത് യഥാർത്ഥ നികുതി അടപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന, അല്ലെങ്കിൽ കൂട്ടുനിൽക്കല്ല, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാരാണ്. ഈ വിവരങ്ങൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഭാരവാഹികൾ ബന്ധപ്പെടുമ്പോൾ അനുകൂലമായ നടപടികൾ സർക്കാരിൽ സംബന്ധം ചെലുത്താൻ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. PR രാജൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ AK അയ്യൂബ് നന്ദിയും രേഖപ്പെടുത്തി. സമ്മേളനത്തിൽ G ജ്യോതി പ്രസാദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി സംഘടനയുടെ റിപ്പോർട്ടും ട്രഷറർ EK ബഷീർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ായിട്ടുള്ള ശ്രീ KS പത്മകുമാർ ആലപ്പുഴ കൈകാര്യം ചെയ്യുന്ന യഹിയ പരീരിനെ സംഘടന അദ്ദേഹത്തിൻ്റെ നിയമ ബിരുദം ഉടൻ തന്നെ അവസാനിക്കുകയാണ്. ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന അബ്ദുൽ നാസറിനെ PAK വേണ്ടി ആദരിക്കുന്നു. MC പ്രശാന്ത്, N മസൂദരൻ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. രാജാക്കാട് ടൗണിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരവുമായി അധികൃതർ രംഗത്ത്. ടൗണിൽ ജൂൺ 1-ാം തീയതി മുതൽ പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി രാജാക്കാട് പഞ്ചായത്തിന്റെയും ഹരിതകർമ്മ സേനയുടെയും നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് ശുചീകരിച്ചു. രാജാക്കാട് ടൗണിൽ നാളുകളായി തുടരുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും തടസ്സങ്ങൾക്കും വിരാമമിടാനാണ് പുതിയ ട്രാഫിക് പരിഷ്കാരം ലക്ഷ്യമിടുന്നത്. ജൂൺ 1 മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നോടിയായി എവിടെയൊക്കെ ബസ്സുകൾ നിർത്തണം, എവിടെയൊക്കെ പാർക്കിംഗ് അനുവദിക്കാം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ പ്ലാൻ തയ്യാറാക്കിയാണ് അധികൃതരുടെ നീക്കം. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴിയിൽ എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ബസ് സ്റ്റാൻഡിംഗ് ക്ലീനിംഗ് നടപടികൾ പുരോഗമിക്കുന്നത്. വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് പുതിയ ക്രമീകരണങ്ങൾ. പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളോടൊപ്പം സജീവമായി രംഗത്തുണ്ട്. അസിസ്റ്റന്റ് സെക്രട്ടറി ജോൺസൺ, മെമ്പർമാരായ സുജിത് TK, മിനി ബേബി, സന്ധ്യ ബൈജു, സിന്ധു, റിനി എന്നിവർ നേതൃത്വം നൽകി. രാജാക്കാട് പഞ്ചായത്തിൻ്റെ ടൗൺ ട്രാഫിക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ബസ് സ്റ്റോപ്പുകൾ മാറ്റിക്കൊണ്ട് 1-ാം തീയതി മുതൽ ബസ് സ്റ്റാൻഡിൽ എല്ലാ ബസ്സുകളും കയറി ഇറങ്ങി പോകുവാനും പാർക്ക് ചെയ്യാനുമുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് ഭരണസമിതിയും അതേപോലെ തന്നെ ഹരിതകർമ്മ സേനയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഈ പഞ്ചായത്ത് സ്റ്റാൻഡിലുള്ള കടകളുടെ പരിസരവും സ്റ്റാൻഡും ഇന്ന് വൃത്തിയാക്കുകയാണ്. ഇതൊരു തുടക്കമാണ്. ഇത് തുടക്കമെന്ന് ഉദ്ദേശിക്കുന്ന ഇത് കാത്തു സംരക്ഷിക്കേണ്ടത് ഈ ഉപയോഗിക്കുന്ന ആളുകൾ, അതായത് റൂമുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ കടമയിൽപ്പെട്ടതാണ്. എങ്കിൽ പോലും ഞങ്ങൾ ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഈ ഹരിതകർമ്മ സേനയുടെ ഈ ക്ലീനിങ് എന്ന ഈ മെഗാ പരിപാടി ഇന്നിവിടെ നടത്തുന്നത്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഓരോ കട ഉടമസ്ഥരുമാണ്. ഒരു കാരണവശാലും ഇതേപോലെയുള്ള ക്ലീനിങ്ങിന് വേണ്ടി ഇങ്ങനെ മുതിർന്നു കഴിഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷാ നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരുമെന്നുള്ള ഒരറിയിപ്പ് ഇന്ന് ഇതിലൂടെ തരികയാണ്. വരും ദിവസങ്ങളിൽ ടൗണിൽ കൂടുതൽ കർശനമായ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നും പുതിയ പരിഷ്കാരങ്ങളോട് പൊതുജനങ്ങളും വ്യാപാരികളും ബസ് ജീവനക്കാരും പൂർണ്ണമായും സഹകരിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ജൂൺ 1 മുതൽ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്.
തൊടുപുഴ താലൂക്ക് റൂറൽ മർച്ചന്റ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്കായി സ്വർണ്ണ പണയ വായ്പ പദ്ധതി ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം നെസ്കോസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വെച്ച് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA നിർവഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് സഹകരണ സംഘങ്ങളെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA പറഞ്ഞു. തൊടുപുഴ താലൂക്ക് റൂറൽ മർച്ചന്റ്സ് വെൽഫെയർ സഹകരണ സംഘത്തിലെ സ്വർണ്ണ വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപമുള്ള കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. കേരളത്തിലെ സാമൂഹ്യ മുന്നേറ്റത്തിന് സഹകരണ പ്രസ്ഥാനങ്ങൾ നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. സാധാരണക്കാർക്ക് പ്രാപ്യമായ അതാത് നാടിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അടിത്തറ പാകിയ കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തിന് 1 നൂറ്റാണ്ടിലേറെ പാരമ്പര്യമുണ്ടെന്നും കേരളത്തിന്റെ വ്യാപാര മേഖലയ്ക്ക് സഹകരണ സംഘങ്ങൾ വലിയ മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ഈ സംസ്ഥാനത്തെ ഗ്രാമീണ മേഖലയും കാർഷിക മേഖലയുമൊക്കെ താങ്ങി നിർത്തുന്ന ഒരു സംവിധാനം, കൊള്ളപ്പലിശ ഈടാക്കി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു ബദലായി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ബാങ്കിങ് ആവശ്യങ്ങളും വായ്പ ആവശ്യങ്ങളും സ്വർണ്ണപ്പണയം ചിട്ടി പോലെ തുടങ്ങി സാധാരണക്കാരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലെ സഹകരണ പ്രസ്ഥാനം. ഇന്ന് പല മേഖലയിലും വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായി കേരളത്തിലെ ജനങ്ങളെ സാധാരണക്കാരെ താങ്ങി നിർത്തുന്നത് ഇവിടുത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. ബാങ്കിങ് ആവശ്യത്തോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമീണ മേഖലകളിലും മറ്റു മേഖലകളിലും എല്ലാം ധാരാളം തൊഴിൽ അവസരങ്ങളും സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് സഹകരണ പ്രസ്ഥാനം. നെസ്കോസ് ബാങ്കിന്റെ സ്വർണ്ണ പണ്ട പണ വായ്പാ പദ്ധതി ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു. തൊടുപുഴ താലൂക്ക് റൂറൽ മർച്ചന്റ്സ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് ജയകൃഷ്ണൻ പുതിയടത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ട് 5 വർഷം പിന്നിട്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ വർഷവും എന്തെങ്കിലും കർമ്മ പദ്ധതികൾ നമ്മുടെ സംഘത്തിൻ്റെതായിട്ട് നടത്താറുണ്ട്. 2 വർഷം ആണ് നമ്മൾ ഇടവെട്ടിയിൽ ഇരുന്നത്. അതിനുശേഷം തൊടുപുഴയിലെ മനോഹരമായ സ്ഥലം കണ്ടെത്തി നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. 2023 നമ്മുടെ നല്ല ഈ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം അന്നത്തെ ജലവിഭവ മന്ത്രിയും രാജ്യസഭാ അംഗം ശ്രീ ജോസ് കെ മാണിയും ചേർന്ന് നിർവഹിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മൾ 2025 നമ്മൾ ഒരു വ്യാപാര ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുകയും നമ്മുടെ പ്രവർത്തന സമയം രാവിലെ 8:30 മുതൽ വൈകുന്നേരം 7 മണി വരെ ദീർഘിപ്പിക്കുകയും ചെയ്തു. തൊടുപുഴയിൽ 1250 അടുത്ത വ്യാപാരികൾ നമ്മുടെ ഈ സഹകരണ സംഘത്തിൽ അംഗമാണ്. പക്ഷേ തൊടുപുഴയിലെ വ്യാപാര മേഖലയിൽ നിരവധിയായ സഹകരണ പ്രസ്ഥാനം ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ അംഗങ്ങളായിട്ടുള്ള വ്യാപാരി അംഗങ്ങളായിട്ടുള്ള ഒരു സംഘം നമ്മുടെ സംഘമാണെന്ന് പറയാൻ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുണ്ട്. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ കെ ദീപക്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ്, അർബൻ ബാങ്ക് ചെയർമാൻ VV മത്തായി, ഡയറക്ടർ ബോർഡ് അംഗം PP ജോയ്, സാജു കുന്നേമുറി, CS ശശീന്ദ്രൻ, അഡ്വക്കേറ്റ് PK മധു നമ്പൂതിരി, ഷാജി വർഗീസ്, നിമ്മി ഷാജി, KR സുരേഷ്, ഷിബു ഈപ്പൻ, സംഘം സെക്രട്ടറി അജ്മൽ M അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട തൊടുപുഴ MLA അബു ജോൺ ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ മുഹമ്മദ് അൻഷാദ്, +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും നേടിയ ഫാത്തിമ മെഹ്റിൻ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഊഞ്ഞാപ്പാറ ഹാബിൾ ട്യൂഷൻ സെന്ററിന്റെയും ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെയും കൂട്ടായ സഹകരണത്തിൽ നിർദ്ധരായ സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഊഞ്ഞാപ്പാറ MTL LP സ്കൂളിൽ സംഘടിപ്പിച്ച യോഗം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം ജിജോ ആന്റണി ഉദ്ഘാടനം ചെയ്തു. സുനിൽ ഔരാപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. KS ഗോപിനാഥൻ ആമുഖ പ്രഭാഷണം നടത്തി. കോതമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ KS ഇബ്രാഹിം ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഊഞ്ഞാപ്പാറ ഹാബിൾ ട്യൂഷൻ സെന്ററിന്റെയും ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെയും കൂട്ടായ സഹകരണത്തോടെ നിർധനരായ സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ആം ആദ്മി പാർട്ടി വനിതാ വിംഗ് പ്രവർത്തകയായ ടിൻറ്റു വർഗീസിന്റെ നേതൃത്വത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ബാല്യകാല സഹപാഠികളും ചില ഡോക്ടർമാരായ സുഹൃത്തുക്കളുമാണ് ഇതിന് മുൻകൈയെടുത്തത്. ടിൻറ്റു വർഗീസ് നിർധനരായ കുട്ടികൾക്കായി നടത്തുന്ന ട്യൂഷൻ സെന്ററിന്റെ ഭാഗമായി കീരമ്പാറ പിണ്ടിമന പഞ്ചായത്തുകളിലെ അർഹരായ 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന 60 വിദ്യാർത്ഥികൾക്കാണ് നോട്ട്ബുക്കുകളും കുടയും പെൻസിലുകളും ഇൻസ്ട്രുമെന്റ് ബോക്സും അടങ്ങുന്ന പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തത്. ഊഞ്ഞാപ്പാറ MTLP സ്കൂളിൽ സംഘടിപ്പിച്ച യോഗം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം ജിജു ആന്റണി ഉദ്ഘാടനം ചെയ്തു. 1 വയസ്സായ കുട്ടിക്ക് ചെറുപ്പത്തിലേ തൊട്ട് തന്നെ ഈ മൊബൈൽ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്.
ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം ലോക രാജ്യങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ലോകത്തിന്റെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ലോകത്തെ ഏറ്റവും സന്തോഷവാന്മാരായിട്ട് ജീവിക്കുന്നത് ഫിൻലൻഡിലെ ജനങ്ങളാണ്. ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ അടക്കമുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ ജനങ്ങളാണ് ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്. ആ രാജ്യങ്ങളിൽ കുട്ടികൾക്ക് മൊബൈലിന് കൃത്യമായ നിയന്ത്രണമുണ്ട്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കൂല. അവർ 16 വയസ്സിൽ മേളിലായാൽ ഓരോ പ്രായത്തിലും സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വികസിത രാജ്യങ്ങളിൽ പോലും മൊബൈലിന്റെ ഉപയോഗം നിയന്ത്രിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെ കിടക്കുന്നത് വരെ ഈ മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ശീലം വന്നിട്ടുണ്ട്. ദിവസം കഴിയുമ്പോൾ ലോകം വലിയൊരു മാമാങ്കത്തിന് വേദി ഒരുങ്ങുകയാണ്. സുനിൽ അവരാപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. KS ഗോപിനാഥൻ ആമുഖ പ്രഭാഷണം നടത്തി. സ്കൂൾ പഠനകാലം ഈ കാലഘട്ടത്തിൽ എന്ന വിഷയത്തിൽ കോതമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ KS ഇബ്രാഹിം ക്ലാസ് നയിച്ചു. പഠന സാമഗ്രികളുടെ ഉദ്ഘാടനം വിജോയ് പുളിക്കൽ, ടിൻഡു വർഗീസ്, KS എബ്രഹാം, സുനിൽ അവരാപ്പാട്ട്, ജിജോ ആന്റണി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. MSLP സ്കൂൾ HM ജെസ്സി M രാജൻ, റെജി ജോർജ്, ഷിബു തങ്കപ്പൻ, സാജൻ വർഗീസ്, റോബിൻ കൂത്താമ്പുറത്ത്, സാജൻ വർഗീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മാർസ്ലിവ മെഡിസിറ്റിയിൽ അത്യാധുനിക ന്യൂറോ നാവിഗേഷൻ സംവിധാനം ആരംഭിച്ചു. പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറിങ്ങാട് ന്യൂറോ നാവിഗേഷൻ സംവിധാനത്തിന്റെ ആശീർവാദം നിർവഹിച്ചു. പുതിയ സാങ്കേതിക വിദ്യയുടെ കടന്നുവരവോടെ അതീവ സങ്കീർണമായ ശസ്ത്രക്രിയകൾ കൂടുതൽ എളുപ്പത്തിൽ നിർവഹിക്കാൻ സാധിക്കുമെന്ന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO റവറൻ മാത്യു തെക്കൽ അറിയിച്ചു. തലച്ചോറിലെ സങ്കീർണമായ ശസ്ത്രക്രിയകൾക്ക് കൂടുതൽ കൃത്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് മാർസ്ലീവ മെഡിസിറ്റിയിൽ അത്യാധുനിക ന്യൂറോ നാവിഗേഷൻ സംവിധാനം മെട്രോണിക് സ്റ്റെൽത്ത് സ്റ്റേഷൻ SH സ്ഥാപിച്ചത്. ന്യൂറോ സർജറി രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഈ വിദേശ നിർമ്മിത സാങ്കേതിക വിദ്യ സംസ്ഥാനത്തെ ചുരുക്കം ചില ആരോഗ്യ കേന്ദ്രങ്ങളിൽ മാത്രമാണ് നിലവിലുള്ളത്. പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറിങ്ങാട്ട് ന്യൂറോ നാവിഗേഷൻ സംവിധാനത്തിന്റെ ആശീർവാദം നിർവഹിച്ചു. ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് ഉപകരണങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സർജന് കഴിയുന്നതിനാൽ രോഗിയുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നു എന്നതും നാവിഗേഷൻ സംവിധാനത്തിന്റെ നേട്ടമാണ്. പുതിയ സാങ്കേതിക വിദ്യയുടെ കടന്നുവരവോടെ മുൻപ് അതീവ സങ്കീർണമായി കണക്കാക്കിയിരുന്ന ശസ്ത്രക്രിയകൾ ഇനി കൂടുതൽ എളുപ്പത്തിലും കൃത്യതയിലും മാർസ്ലീവ മെഡിസിറ്റിയിൽ നിർവഹിക്കാൻ സാധിക്കുമെന്ന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO റവറൻ മാത്യു തെക്കൽ അറിയിച്ചു. നിലവിൽ അത്യാധുനിക ന്യൂറോ, സ്പൈൻ, ഹെഡ് സർജറികൾ മാർസ്ലീവ മെഡിസിറ്റിയിൽ നടന്നുവരുന്നുണ്ട്. വകുപ്പ് മേധാവി ഡോക്ടർ സരീഷ് കുമാർ MK, ഡോക്ടർ R രാജീവ്, ഡോക്ടർ അജയ് M ജോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗത്തിന്റെ പ്രവർത്തനം. പൈനാവ് 56 ഉന്നതിയിൽ അംഗൻവാടി പ്രവേശനോത്സവവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. വിജയ് ഗ്രാൻഡ് വെൽഫെയർ പോക്കിരി നൻബൻസ് ചെറുതോണി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത്. പൈനാവ് 56 ഉന്നതിയിലെ അംഗൻവാടിയിലാണ് പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത്. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് അംഗൻവാടി മുതൽ +2 വരെ പഠിക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജി കണ്ണൻ പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വിജയ് ഫണ്ട്സിന്റെ കുട്ടികൾക്കുള്ള പുസ്തക വിതരണവും അതോടൊപ്പം തന്നെ അവര് ചെയ്യുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ആണ് ഇന്നിവിടെ കാണാൻ സാധിച്ച. നിരവധി കുട്ടികൾക്ക് ബുക്കും മറ്റ് ഉപകരണങ്ങളും വിതരണമാണ് ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ അംഗൻവാടിയിൽ വന്ന് ഇങ്ങനെ ഒരു സന്നദ്ധ പ്രവർത്തനം നടത്താൻ സാധിച്ചതിൽ അഭിമാനം കൊള്ളുന്നു. സാധാരണക്കാരായ കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യമാണ് ഇന്ന് ഇവിടെ നടത്തിയത്. സി കേരളം സരിഗമ ഫെയിം അലൻ എബ്രഹാം ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. അംഗൻവാടി ടീച്ചറായി സേവനമനുഷ്ഠിച്ചിരുന്ന സാറാമ്മ ടീച്ചറെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പുതുതായി അംഗൻവാടിയിൽ പ്രവേശനം നേടിയ കുട്ടികളെ മരത്തൈകൾ നൽകിയാണ് വേദിയിലേക്ക് സ്വീകരിച്ചത്. കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ നേതൃത്വത്തിൽ നിരവധി കലാപരിപാടികളും അരങ്ങേറി. അംഗൻവാടി ടീച്ചർ ബിന്ദു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ അമ്മിണി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ആശാവർക്കർ മഞ്ജു PB, പോക്കിരി നൻബൻസ് ചെറുതോണി യൂണിറ്റ് ഭാരവാഹികളായ ജിനു, ജിബിൻ, അജിത് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. 2018 മുതൽ ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ നിരവധി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളാണ് പോക്കിരി നൻബൻസിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്.
ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ TU കുരുവിള അന്തരിച്ചു. 89 വയസ്സായിരുന്നു. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. 2006-2011 വർഷങ്ങളിൽ കോതമംഗലത്ത് നിന്നും തുടർച്ചയായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സംസ്ഥാന വൈസ് ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സംസ്കാരം 31 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസ്നിയ യാക്കോബ് സുറിയാനി പള്ളിയിൽ. കുരുന്നു ചുണ്ടുകളിൽ പുഞ്ചിരി നിറച്ച് അംഗൻവാടി പ്രവേശനോത്സവം. കുരുന്നുകൾക്ക് പൂക്കുടകൾ വിതരണം ചെയ്ത് വാർഡ് കൗൺസിലർ KM നിഷാദ്. 2 അംഗൻവാടികളിലായി 50 കുട്ടികൾക്കാണ് കുടകൾ വിതരണം ചെയ്തത്. അംഗൻവാടി അധ്യാപിക സബീന, ആശാ വർക്കർ ഷൈജ റബീഷ്, ബാദുഷ അബ്ബാസ് തുടങ്ങിയവർ പങ്കെടുത്തു. അക്ഷരങ്ങളുടെയും കളികളുടെയും പുതിയ ലോകം ഇനി കുരുന്നുകൾക്ക്. തൊടുപുഴ നഗരസഭ 17-ാം വാർഡ് രണ്ടുപാലം കുമ്മങ്കല്ല് എന്നീ 2 അംഗൻവാടികളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി നടന്നു. വർണ്ണ ബലൂണുകളും തോരണങ്ങളും കൊണ്ട് അംഗൻവാടി മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ കുരുന്നുകളെ സ്വീകരിക്കുകയും അംഗൻവാടി പഠനം പൂർത്തിയായ കുട്ടികളുടെ യാത്രയയപ്പ് ചടങ്ങുമാണ് നടന്നത്. വാർഡ് കൗൺസിലർ KM നിഷാദ് തന്റെ വാർഡിലെ 2 അംഗൻവാടികളിലെ പ്രവേശനോത്സവത്തിന് പൂക്കുടകൾ നൽകിയാണ് കുഞ്ഞുങ്ങളെ സ്വീകരിച്ചത്. 50 കുട്ടികൾക്കാണ് കുടകൾ വിതരണം ചെയ്തത്. നമ്മുടെ മക്കൾ അക്ഷരം കുറിക്കുന്നതിന്റെ ആദ്യഘട്ടമാണ് അംഗൻവാടി. മുന്നോട്ടുള്ള കുട്ടികളുടെ പഠനത്തിന് പ്രചോദനമാകുകയും കൂടിയാണ് ഈ കുടകൾ വിതരണം ചെയ്തതിന്റെ ഉദ്ദേശമെന്ന് കൗൺസിലർ പറഞ്ഞു. നമ്മുടെ മേഖലയിൽ, നമ്മുടെ വാർഡിലിപ്പം സാമൂഹ്യ പെൻഷൻ മേടിക്കുന്നതും അതുപോലെ തന്നെ ഗർഭിണികൾ, അവർക്ക് വേണ്ട പോഷകാഹാരം, ഇതൊക്കെ ഈ മേഖലയൊക്കെ അടങ്ങുന്ന മേഖല അങ്കണവാടിയാണ്. പക്ഷെ അങ്കണവാടിയിലോട്ട് ആർക്കും അംഗൻവാടിയോട് താല്പര്യമില്ലായിരുന്നു. കാരണം പിള്ളേരെ എല്ലാവരും നല്ല രീതിയിൽ പഠിപ്പിക്കാനാണല്ലോ എല്ലാവരും നോക്കുന്നത്. പക്ഷേ ഞങ്ങളൊക്കെ ഈ അംഗൻവാടി പഠിച്ച ആളുകളാണ്. അംഗൻവാടിയാണ് നമ്മുടെ കുഞ്ഞു മക്കളുടെ തുടക്കം. അംഗനവാടി എന്നാണ് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ കിട്ടുന്ന ഒരു അന്തരീക്ഷം നമ്മൾ സ്കൂളിൽ പോയാൽ ചിലപ്പോൾ കിട്ടണമെന്ന് നമുക്ക് കിട്ടില്ല നമുക്ക്. കാരണം അവിടുത്തെ സിസ്റ്റമൊക്കെ വേറെയാണ്. ഇവിടെ ഇവർ മക്കൾ എന്ത് രീതിയിൽ എന്ത് കൈകാര്യം ചെയ്യുന്നു ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ടീച്ചറാണെങ്കിൽ ആ രീതിയിൽ പൊക്കോളും. നേരെ തിരിച്ച് അവിടെ അങ്ങനെ ആയിരിക്കില്ല. അപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പുതിയ കൗൺസിലിൽ ഞങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ 38 വാർഡിലെ എല്ലാ അംഗനവാടികളും ഹൈടെക് അംഗനവാടികളാക്കാനുള്ള സംവിധാനം അതിലൊരു ഞങ്ങളൊരു തുടക്കം കുറിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത വർഷത്തേക്ക് നമ്മുടെ അംഗനവാടിയിൽ നിറഞ്ഞ് പിള്ളേരിരിക്കുവാനും ഇതിന് നല്ലൊരു സംവിധാനത്തിലേക്ക് നമ്മുടെ അംഗനവാടി മാറ്റും. കൂടാതെ തന്റെ വാർഡിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 100 കുടുംബത്തിലെ കുട്ടികൾക്കും ഇന്നും നാളെയുമായി സൗജന്യമായി പഠനോപകരണ കിറ്റ് അവരുടെ വീടുകളിലെത്തി വിതരണം ചെയ്യും. അംഗൻവാടി അധ്യാപിക സബീന, ആശാ വർക്കർ ഷൈല റബീഷ്, ബാറുഷ അബ്ബാസ്, കുട്ടികളുടെ മാതാപിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്ന സംഘടനയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഇടുക്കി ചാപ്റ്റർ പ്രസിഡന്റ് റായ് സിജോ തോമസും സെക്രട്ടറിയായി ഗോപിക ശിവനും ട്രഷററായി റവണ സിസ്റ്റർ റിറ്റി റോയിയും വൈസ് പ്രസിഡന്റ് ജോമൻ ജോർജും ജോയിന്റ് സെക്രട്ടറിയായി മെൽബിൻ ജോസഫും തിരഞ്ഞെടുക്കപ്പെട്ടു. സജി P വർഗീസ്, ഡോക്ടർ സിബി ജോസഫ്, ആദിത്യകുമാർ, ശ്രീകുട്ടി, ജോയി ആന്റണി എന്നിവരാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. ആഷ്മി പ്രകാശ്, ജാസ്മോൾ, നെയ്സി ജോസഫ്, മരിയ സെബാസ്റ്റ്യൻ, സ്നേഹ റാണി, അഖിൽ തുടങ്ങിയവരാണ് റീജിയണൽ കോർഡിനേറ്റർമാർ. പുതിയ അധ്യയന വർഷത്തേക്ക് കടന്നുവരുന്ന കുരുന്നുകളെ സ്വീകരിക്കാൻ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ അധ്യയന വർഷത്തെ സ്കൂളിലെത്തുന്ന എല്ലാ കുട്ടികൾക്കും മധുരവും സമ്മാനങ്ങളും നൽകി വിപുലമായ രീതിയിലായിരിക്കും ഇത്തവണത്തെ പ്രവേശനോത്സവം സംഘടിപ്പിക്കുക. കുട്ടികളുടെ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കും. പുതിയ അധ്യയന വർഷത്തേക്ക് കടന്നുവരുന്ന കുരുന്നുകളെ സ്വീകരിക്കുവാൻ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ സജ്ജമായി.
ജൂൺ 1 നടക്കുന്ന പ്രവേശനോത്സവം വൻ വിജയമാക്കുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് അധ്യാപകരും രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും. വിദ്യാലയമുറ്റത്തേക്ക് ആദ്യമായി കടന്നുവരുന്ന കുട്ടികളുടെ മനസ്സിലെ ഭയമകറ്റി അവരെ സന്തോഷത്തോടെ വരവേൽക്കാൻ ആകർഷകമായ അലങ്കാരങ്ങളാണ് ഒരുക്കുന്നത്. വിദ്യാലയത്തിലെ ക്ലാസ് മുറികളിൽ ഇരുന്ന് അധ്യാപകരും കുട്ടികളും ചേർന്ന് പ്രവേശനോത്സവത്തിനായുള്ള കട്ടിംഗ് വർക്കുകളും തോരണങ്ങളും പ്ലക്കാർഡുകളും നിർമ്മിക്കുന്ന തിരക്കിലാണ്. വർണ്ണക്കടലാസുകളിൽ തീർത്ത അക്ഷരങ്ങളും പൂക്കളും ചിത്രശലഭങ്ങളും ഒക്കെയായി ക്ലാസ് മുറികൾ ഇതിനകം തന്നെ കുട്ടികളെ ആകർഷിക്കും വിധം മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ പ്രവേശനോത്സവത്തെ വരവേൽക്കാൻ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ യു പി സ്കൂൾ പൂർണ്ണമായി ഒരുങ്ങിയിരുന്നു. ഈ വർഷം 84 കുട്ടികളാണ് പുതിയതായിട്ട് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഈ വർഷത്തെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുടുക്കം നിറയട്ടെ നാട് വളരട്ടെ എന്നൊരു പദ്ധതിക്കും കൂടി തുടക്കം കുറിക്കുകയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സമ്പാദ്യ കുടുക്ക സൗജന്യമായി നൽകുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ നടപ്പാക്കിയ പദ്ധതി എല്ലാ കുട്ടികൾക്കും കളി ഒരു ലഹരി എന്ന പദ്ധതിയാണ്. അതിൻ്റെ 2ാം ഘട്ടം എന്ന രീതിയിലാണ് സമ്പാദ്യം എന്ന തീമിലേക്ക് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ നിർവഹിക്കും. അതോടൊപ്പം തന്നെ ഈ വർഷം സ്കൂളിൽ നടപ്പാക്കുന്ന ഡിജിറ്റൽ നോട്ടീസ് ബോർഡ്, കുട്ടികളുടെ ബർത്ത്ഡേയും മറ്റ് പരിപാടികളെല്ലാം ഡിജിറ്റൽ നോട്ടീസ് ബോർഡിലൂടെയാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഈ ഡിജിറ്റൽ നോട്ടീസ് ബോർഡിൻ്റെ പ്രകാശന കർമ്മം സ്കൂൾ മാനേജർ റവൻ ഫാദർ ജോസ് പൊതൂര് നിർവഹിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡ് കൗൺസിലർ ആതിര ജോഷി മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന പ്രവേശനോത്സവമാണ് നടത്തുന്നത്. തിങ്കളാഴ്ച രാവിലെ 9:45 പ്രവേശനോത്സവത്തിൻ്റെ പരിപാടികൾ ആരംഭിക്കും. അപ്പം സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും മധുരപലഹാരം ഇന്ത്യൻ ബേക്കറി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ബേക്കറിയുടെ നേതൃത്വത്തിലുള്ള മധുരപലഹാരവും എല്ലാ കുട്ടികൾക്കും നൽകുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യ ദിവസം തന്നെ സ്കൂളുകൾക്ക് എല്ലാ കുട്ടികൾക്കും വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. PTA-യുടെയും അധ്യാപകരുടെയും എല്ലാ നേതൃത്വത്തിലും സ്കൂളും പരിസരങ്ങളും എല്ലാം വൃത്തിയാക്കി അതോടൊപ്പം തന്നെ മോടി പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും ഈ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലെത്തുന്ന എല്ലാ കുട്ടികൾക്കും മധുരവും സമ്മാനങ്ങളും നൽകി വിപുലമായ രീതിയിലായിരിക്കും ഇത്തവണത്തെ പ്രവേശനോത്സവം സംഘടിപ്പിക്കുക. കുട്ടികളുടെ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി അരങ്ങേറും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും PTA-യുടെയും സഹകരണത്തോടെ വിദ്യാലയവും പരിസരവും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. കുരുന്നുകളെ വരവേൽക്കാൻ വിദ്യാലയം ഒന്നാകെ ഒരുങ്ങിക്കഴിഞ്ഞതോടെ ഇനിയുള്ള ദിവസങ്ങൾ ഉത്സവ പ്രതീതിയിലായിരിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. IMA ബ്ലഡ് സെന്ററിന്റെ നവീകരിച്ച ബ്ലോക്കിന്റെയും നാറ്റ് പരിശോധന സംവിധാനത്തിന്റെയും ഉദ്ഘാടനം നടത്തി. നിയമസഭ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA നാറ്റ് പരിശോധന സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ വെള്ളം ആവശ്യപ്പെട്ട് TVK. അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഇടുക്കിയിലേക്ക് ഒഴുകുന്ന വെള്ളം തമിഴ്നാടിന് നൽകണമെന്നാണ് ആവശ്യം. സംസ്ഥാനത്ത് നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിൽ ടാക്സ് പ്രാക്ടീഷണേഴ്സിന്റെ പങ്ക് വളരെ വലുതെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. തൊടുപുഴയിൽ നടന്ന ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ താലൂക്ക് റൂറൽ മർച്ചന്റ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്കായി സ്വർണ്ണപ്പണയ വായ്പ പദ്ധതി ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം മെസ്കോസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വെച്ച് നിയമസഭ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA നിർവഹിച്ചു. മാർസ്ലിവ മെഡിസിറ്റിയിൽ അത്യാധുനിക ന്യൂറോ നാവിഗേഷൻ സംവിധാനം ആരംഭിച്ചു. പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ന്യൂറോ നാവിഗേഷൻ സംവിധാനത്തിന്റെ ആശീർവാദം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.